إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ പ്രിയപ്പെട്ട സത്യാന്വേഷികളായ വിശ്വാസികളെ വിശ്വാസികൾ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും അതീവ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും ആജ്ഞകളും നിർദ്ദേശങ്ങളുമെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന നാളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. മരണവും മരണാനന്തര ജീവിതം എന്ന വിഷയത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചത് ചെറിയ മരണവും വലിയ മരണവും, ഉറക്കമെന്ന ചെറിയ മരണത്തെക്കുറിച്ചും അവസാനമായി ദുനിയാവിനോട് വിട പറയുന്ന റൂഹ് നമ്മുടെ തൊണ്ടക്കുഴിയിൽ നിന്ന്
പോകുന്ന ആ ഒരു വലിയ മരണവും അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചത്. അതിന്റെ തുടർച്ച എന്ന നിലക്ക് മരണസമയം എന്നത് നിർണയിച്ച ഒന്നാണ്, നിർണയിക്കപ്പെട്ടതാണ്. ആ മരണത്തിന് ഒരു സമയമുണ്ട്. ആ സമയം എത്തിക്കഴിഞ്ഞാൽ മരണം ഓരോരുത്തരെയും പിടികൂടുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയം വിട്ടുകടക്കാൻ ഒരാൾക്കും സാധ്യമല്ല. എല്ലാ അടിമകളുടെയും മരണസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ച കാര്യമാണ്. അത് രേഖപ്പെടുത്തിയത് ലൗഹുൽ മഹ്ഫൂളിൽ അല്ലാഹു കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ തന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ ആയിരിക്കെ തന്നെ മാന്യന്മാരായ മലക്കുകൾ അത് എഴുതി വെച്ച കാര്യമാണ്. അല്ലാഹു മനുഷ്യന് വേണ്ടി രേഖപ്പെടുത്തിയ ആ സമയത്തിൽ നിന്ന് ഒരാളും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുകയില്ല എന്നതാണ്. ഒരു വ്യക്തി മരണപ്പെട്ടാലും അതല്ല ഇനി കൊല്ലപ്പെട്ടാലും ഇനി മുങ്ങി മരിക്കുകയാണ് എങ്കിലും വാഹന അപകടങ്ങളിലാണ് മരിക്കുന്നത് എങ്കിലും അതല്ല മറ്റ് വ്യത്യസ്തമായ കാരണങ്ങളിൽ മരണപ്പെട്ടാലും ശരി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള സമയത്ത് തന്നെയാണ് ഓരോരുത്തരും മരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം, وما كان لنفس أن تموت إلا بإذن الله كتابا مؤجلا. അല്ലാഹുവിന്റെ ഉത്തരവനുസരിച്ചല്ലാതെ ഒരാൾക്കും മരിക്കാനാവുകയില്ല. ഇല്ലാ ബിഇذനില്ലാഹി കിതാബൻ മുഅജ്ജല. അവധി കുറിക്കപ്പെട്ട ഒരു വിധിയാണത്. അത് അവധി കുറിക്കപ്പെട്ടതാണ്. ഓരോരുത്തരുടെയും അവധി നിശ്ചയിക്കപ്പെട്ടതാണ് എന്നാണ് എന്നത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. വമൻ യുരിദ് സവാബദ് ദുനിയാ നുഅ്തീഹി മിൻഹാ. ആരെങ്കിലും ഇഹലോകത്തെ പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അവന് ഇവിടെ നിന്ന് നാം നൽകപ്പെടും. ഇനി അതല്ല, വമൻ യുരിദ് സവാബൽ ആഖിറതി നുഅ്തീഹി മിൻഹാ. ആരെങ്കിലും ആഖിറത്തിൽ പരലോകത്തെ ആ പ്രതിഫലമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന് നാം അവിടെ വെച്ച് കൃത്യമായി അതിനുള്ള പ്രതിഫലം നൽകും. വസനജിദി ശാകിരീൻ. നന്ദി കാണിക്കുന്നവർക്ക് നാം തക്കതായ പ്രതിഫലം നൽകുന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിലെ 145-ാമത്തെ വചനം. കൃത്യമായി മരണം അത് ഓരോരുത്തരുടെയും അതിന്റെ സമയം എന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറിച്ചു വെച്ച കാര്യമാണ്. ആ മരണത്തിന് ശേഷമാണ് ആരെങ്കിലും പ്രതിഫലം ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ പ്രതിഫലത്തെ ആഗ്രഹിച്ചാണ് ദുനിയാവിലെ പ്രവർത്തനമെങ്കിൽ നാളെ പരലോകത്ത് നമ്മൾ ഈ ദുനിയാവിൽ വെച്ച പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം കൃത്യമായി അവിടുന്ന് രേഖപ്പെടുത്തും. അതല്ല, ദുനിയാവിൽ വെച്ചാണ് ഒരാൾ നാം ഇവിടെ ചെയ്യുന്ന അതിനുള്ള പ്രതിഫലം ഇവിടെ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് എങ്കിൽ അത് ഇവിടുന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെടുമെന്നതാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, മനുഷ്യൻ ഏത് സ്ഥലത്താണെങ്കിലും ശരി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയമായി കഴിഞ്ഞാൽ അവൻ ആ സമയത്ത് മരിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസാഇലെ 78-ാമത്തെ വചനം പറയുകയാണ്, ഐനമാ തകൂനു യുദ്രികുകുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ. നിങ്ങൾ എവിടെ പോയാലും എവിടെ ആയിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. നിങ്ങൾ എത്ര തന്നെ ഭദ്രമായി കെട്ടിയുണ്ടാക്കപ്പെട്ട കോട്ടകൾക്കുള്ളിൽ ഒളിച്ചിരുന്നാലും ആ കോട്ടകളിൽ വരെ ആ മരണം നിങ്ങളെ തേടി വരുമെന്നാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നിശ്ചയിച്ച സമയത്ത് അതിനെ മറികടക്കാൻ ഒരാൾക്കും സാധ്യമല്ല. എന്നാൽ ആ മരണത്തെ നേരത്തെ ആക്കാൻ
അതിനും ഒരാൾക്കും സാധിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നതായി കാണാം, വലികുല്ലി ഉമ്മത്തിൻ അജലുൻ ഫഇദാ ജാഅ അജലുഹും ഫയസ്തഖിറൂന അസ്സാഅ വലാ യസ്തഖ്ദിമൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അറാഫിലെ 34-ാമത്തെ വചനം. ഓരോ സമുദായത്തിനും വലികുല്ലി ഉമ്മത്തിൻ അജൽ, ഓരോ സമുദായത്തിനും ഓരോ ഉമ്മത്തിനും ഒരു അവധിയുണ്ട്. ഫഇദാ ജാഅ അജലുഹും, ആ അവധി വന്നാൽ അത് അവർക്ക് വരും. ലാ യസ്തഖിറൂന അസ്സാഅ, അങ്ങനെ അവരുടെ അവധി വന്നെത്തിയാൽ അവർക്കൊരു നാഴിക നേരം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വൈകിക്കുകയില്ല. വലാ യസ്തഖ്ദിമൂൻ, അത് നേരത്തെ ആവുകയുമില്ല എന്നാണ്. വൈകി പോവുകയില്ല, നേരത്തെ വരികയുമില്ല. ആ നിശ്ചയിച്ച സമയത്ത് തന്നെ അത് അവരെ പിടികൂടുമെന്നാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല 62-ാം അധ്യായം സൂറത്ത് ജുമുഅയുടെ 8-ാമത്തെ വചനത്തിൽ പറയുന്നതായി കാണാം, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون قل إن الموت الذي تفرون منه فإنه ملاقيكم. നബിയെ പറയുക, തീർച്ചയായും ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി അകലുന്നത്, അത് തീർച്ചയായും നിങ്ങളുമായി കണ്ടുമുട്ടുന്നതാണ്. പിന്നീട് അദൃശ്യവും ദൃശ്യവും അറിയുന്നവനായ അല്ലാഹുവിന്റെ അടുക്കലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. അപ്പോൾ ആ മടക്കപ്പെടുന്ന അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ്. ആ രേഖപ്പെടുത്തിയത് മുഴുവൻ അല്ലാഹു നമുക്ക് കാണിച്ചു തരും, അവിടെ വെച്ച് വിവരിച്ചു തരുമെന്നതാണ്. ആ മരണത്തെ നമ്മൾ ഭയപ്പെട്ട് ഓടി അകന്നാലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതിന്റെ സമയമെത്തിയാൽ അത് പിടികൂടുക തന്നെ ചെയ്യുമെന്നതാണ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് വാഖിയയിലെ 60-ാമത്തെ വചനത്തിൽ പറയുന്നതായി കാണാം, നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. നാം നിങ്ങൾക്കിടയിൽ മരണം കണക്കാക്കിയിട്ടുണ്ട്. മരണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കി വെച്ച കാര്യമാണ്, നിർണയിച്ച കാര്യമാണ്. മരണത്തെ ഭയന്ന് എവിടെ പോയി ഒളിച്ചിരുന്നാലും, എവിടെ വെച്ച് എങ്ങനെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മരണം വിധിച്ചിട്ടുള്ളത്, അതിലേക്ക് അല്ലാഹു അവനെ കൊണ്ടുവരുന്നതാണ് എന്നാണ്. ആ എവിടെ വെച്ചാണോ അല്ലാഹു മരണം വിധിക്കപ്പെടാൻ, മരണം പിടികൂടാൻ നിശ്ചയിച്ചിട്ടുള്ളത്, അവിടേക്ക് അല്ലാഹു അവനെ എത്തിക്കുമെന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കാണാം, അൻ അബീ അസ്സ റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم إذا قضى الله لعبد أن يموت بأرض جعل له إليها حاجة. അല്ലാഹു റസൂൽ പറയാണ്, ഒരു മനുഷ്യൻ ഇന്ന സ്ഥലത്ത് വെച്ച് മരിക്കണമെന്ന് അല്ലാഹു വിധിച്ചിട്ടുണ്ട് എങ്കിൽ അവന് അവിടേക്ക് പോകാൻ അല്ലാഹു എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടാക്കും, എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കും. നമ്മുടെ മരണം, നമ്മൾ ജീവിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ നിന്ന് പുറത്ത് വിദേശത്താണ് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിൽ അവിടേക്ക് അല്ലാഹു എത്തിക്കുമെന്നതാണ്. എന്തെങ്കിലും ഒരു കാരണം നിശ്ചയിച്ച് അവിടേക്ക് എത്തിക്കും. എത്ര ഉദാഹരണങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ മുന്നിലുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് ആദ്യമായി യാത്ര ചെയ്യുന്ന ആളുകൾ, ആ യാത്രക്കിടയിൽ വയമധ്യേ മരണപ്പെടുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. അതുപോലെ തന്നെ വർഷങ്ങളോളം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ഉമ്മയെയും ഉപ്പയെയും ഭാര്യയെയും മക്കളെയും നാട്ടുകാരെയും എല്ലാം കാണാൻ വേണ്ടി വിദേശങ്ങളിൽ നിന്ന് ഒരു രോഗവുമില്ലാതെ നാട്ടിലേക്ക് വരുന്ന ആളുകൾ
അപ്പോൾ തിരിച്ച് നാട്ടിലെത്തുന്നതിന് മുമ്പ് എയർപോർട്ടുകളിൽ വെച്ച് മരണപ്പെടുന്നു, അതല്ലെങ്കിൽ വീട്ടിലെത്തിയ ഉടനെ മരണപ്പെടുന്നു. ഇങ്ങനെ പല ഉദാഹരണങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. മരണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെ വെച്ചാണോ നിശ്ചയിക്കപ്പെട്ടത്, ആ നിശ്ചയിക്കപ്പെട്ട സ്ഥലവും സമയം എത്തിക്കഴിഞ്ഞാൽ ഓരോരുത്തരും അതിന് കീഴടങ്ങേണ്ടി വരുമെന്നതാണ്. ആ സ്ഥലങ്ങളിലേക്ക് അല്ലാഹു എത്തിക്കപ്പെടും ആ സമയമാകുമ്പോൾ. ഇനി മാത്രമല്ല, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഇപ്രകാരം പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥന? അൻ അബ്ദുല്ലാഹ് ഖാലത് ഉമ്മു ഹബീബ സൗജു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അംതിഅനി ബിസൗജി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയാണ് ആ പ്രാർത്ഥന: വബി അബി സുഫിയാൻ വബി അഖി മുആവിയ. അല്ലാഹു റസൂൽ പറയുന്ന സമയത്ത് പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുവേ, എന്റെ ഭർത്താവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അതുപോലെ എന്റെ ഉപ്പയായ അബൂ സുഫിയാൻ, അതുപോലെ എന്റെ സഹോദരനായ മുആവിയ അൻഹു, ഇവരെ കൊണ്ട് നീ എനിക്ക് സന്തോഷം നൽകണമേ. എന്ന് വെച്ചാൽ ഇവരെല്ലാം മരിക്കുന്നതിന് മുമ്പ് നീ എന്നെ മരണപ്പെടുത്തണേ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ അവരെ മരണപ്പെടുത്തരുത്. കാരണം അവർ മരണപ്പെട്ടാൽ എനിക്ക് സങ്കടമാകും, എനിക്ക് വിഷമമാകും. അവര് മരിക്കുന്നതിന് മുമ്പ് നീ എന്നെ മരണപ്പെടുത്തണമേ എന്ന അർത്ഥത്തിൽ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പ്രാർത്ഥിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്: وقال النبي صلى الله عليه وسلم قد سألت الله لآجل مضروبا. നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞ അവധിയെ കുറിച്ചും വഅയ്യാമിൻ മഅദൂദ, നിർണയിക്കപ്പെട്ട ദിവസത്തെ കുറിച്ചും വഅർസാഖിൻ മഖ്സൂമ, വീതിക്കപ്പെട്ട ഉപജീവനത്തെ കുറിച്ചുമാണ് നീ അല്ലാഹുവിനോട് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കപ്പെട്ട ദിവസം, അതുപോലെ നിശ്ചയിച്ചു കഴിഞ്ഞ അവധി, നിർണയിക്കപ്പെട്ട ഉപജീവനം, ഇതെല്ലാം അല്ലാഹു കൃത്യമായി നിർണയിച്ചതാണ്. നമ്മൾ കഴിക്കേണ്ടുന്ന ഭക്ഷണം അത് കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഒരു അരിമണിയാണ് എങ്കിൽ ആ അരിമണി അല്ലാഹു നിശ്ചയിച്ചതാണ്. അത് നമ്മൾ കഴിക്കാതെ ഈ ലോകത്ത് നമ്മൾ വിട പറഞ്ഞു പോകൂല. ഇതിനെക്കുറിച്ചാണ് നീ ചോദിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും, എന്നിട്ട് അല്ലാഹു റസൂൽ പറയാണ്, ഒരു വസ്തുവും അതിന്റെ സമയത്തിന് മുമ്പ് വരുന്നതല്ല. സമയമായി കഴിഞ്ഞാൽ ഒന്നിനെയും അല്ലാഹു പിന്തിക്കുന്നതുമല്ല. നീ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നതെങ്കിൽ വലൗ കുന്തി സഅൽതില്ലാഹ അൻ യുഈദക മിൻ അദാബിൻ ഫിന്നാർ ഔ അദാബിൻ ഫിൽ ഖബർ. അല്ലാഹുവോട് നീ, അല്ലാഹുവേ, നരക ശിക്ഷയിൽ നിന്ന് എന്നെ നീ അഭയം തരണമേ, എന്നെ കാക്കണേ. അതുപോലെ ഖബറിലെ ആ ഖബർ ശിക്ഷയിൽ നിന്ന് അഭയം ചോദിച്ചുകൊണ്ടാണ് നീ പ്രാർത്ഥിച്ചതിനുവെങ്കിൽ കാന ഖൈറുൻ വ അഫ്ളല, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിരുന്നത്. ഈ ദുനിയാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവും, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകാർ, അവരെല്ലാം മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവേ നീ എന്നെ മരിപ്പിക്കണേ എന്നൊരു ദുആ ഇല്ല, ഒരു പ്രാർത്ഥനയില്ല. കാരണം അവരുടെ മരണവും നമ്മുടെ മരണവും ഒക്കെ നിശ്ചയിക്കപ്പെട്ടതാണ്. ആ ഒരു പക്ഷേ നമുക്ക് മുമ്പാണ് അവർ മരണപ്പെടാൻ അല്ലാഹു നിശ്ചയിച്ചത് എങ്കിൽ അതിലൊരു മാറ്റം വരികയില്ല. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല.
മറിച്ച് അല്ലാഹുവേ ഖബറിലെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ, അതിന്റെ അദാബിൽ നിന്ന് എന്നെ കാക്കണേ, എനിക്ക് അഭയം തരണമേ, നരകത്തിന്റെ പ്രയാസകരമായ അവസ്ഥയിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതാണ് അതിനേക്കാളും ഖൈറായ ദുആ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മരണം എന്ന് നിശ്ചയിക്കപ്പെട്ടതാണ്. അത് ഏത് സമയവും എപ്പോഴും വരാം. അതിന് പ്രായമില്ല, അതിന് രോഗമില്ല, അതിന് സമയമില്ല. ഏത് സമയത്തും ഏത് പ്രായത്തിലും ഏത് ആരോഗ്യ സമയത്തും അത് നമ്മെ കണ്ടുമുട്ടുമെന്ന ആ ഒരു ചിന്തയിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം ഏത് സമയം കടന്നു വന്നാലും റാഹത്തായ മരണം വരിക്കുവാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണസമയം എന്നത് ഏത് സമയം എപ്പോഴും കടന്നു വരാം എന്നതാണ് നമ്മൾ പറഞ്ഞത്. ആ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മറക്കപ്പെട്ട കാര്യമാണ്. നമുക്ക് ആ സമയം അറിയുകയില്ല. നമ്മൾ നിശ്ചയിച്ച മരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഇന്ന് 2 മണിക്കാണ് എന്റെ മരണം അല്ലാഹു നിശ്ചയിച്ചത് എങ്കിൽ ആ സമയം അറിയുന്ന ഞാൻ എന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും? അത് അല്ലാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ആ സമയം നമ്മളിൽ നിന്ന് മറക്കപ്പെട്ടത് എന്ന്. ആര് എപ്പോൾ മരിക്കുമെന്നുള്ളത് ഒരാൾക്കും അറിയാൻ കഴിയുന്ന കാര്യമല്ല. അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ടത് കാര്യമാണത്. അള്ളാഹുവിന് മാത്രമാണ് ആ കാര്യം അറിയുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പ്രത്യേകം മാറ്റിവെച്ച അദൃശ്യത്തിന്റെ ഖജനാവുകൾ, ആ അദൃശ്യ ഖജനാവുകളിൽപ്പെട്ട കാര്യമാണ് മരണസമയത്തെ കുറിച്ചുള്ള അറിവ് എന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. അല്ലാഹുവിന്റെ അടുക്കലാകുന്ന, അല്ലാഹുവിന്റെ പക്കലാണ് അദൃശ്യകാര്യത്തിന്റെ ഖജനാവുകൾ. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, അവനല്ലാതെ അതൊന്നും അറിയുകയില്ല. കരയിലും കടലിലുമുള്ളത് അവൻ അറിയുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, അല്ലാഹു അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല. ലോകത്തിൽ കോടാനുകോടി മരങ്ങളുണ്ട്, ഇടതൂർന്ന കാടുകളുണ്ട്. അതിൽ നിന്നെല്ലാം വീഴുന്ന ഓരോ ഇലകളും റബ്ബ് സുബ്ഹാനഹു വ തആല അറിയുന്നു. അവൻ അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർള്, അതുപോലെ കരയിലും കടലിലും ഉള്ളത് അല്ലാഹു അറിയുന്നു. അവൻ അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, ഭൂമിയിലെ ഇരുട്ടുകൾക്കുള്ള ആ ഇരുട്ടിനുള്ളിലുള്ള ഒരു ധാന്യമണി അതും അല്ലാഹു അറിയും. അതിനെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, അത് ഉണങ്ങിയതാകട്ടെ അതല്ലാത്തതാകട്ടെ ഏത് വസ്തുവാകട്ടെ എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായ ഒരു രേഖയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഉണ്ടാവില്ല. എല്ലാം കൃത്യമാണ്. ഈ ലോകത്തിന്റെ ഒരു മണൽ തരിയാണെങ്കിലും അതെല്ലാം കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാം അല്ലാഹുവിന് അറിയാം. അല്ലാഹുവിന് മാത്രമേ അതറിയുള്ളൂ.
അത് അല്ലാഹുവിന് മാത്രം അറിയുന്ന ഗൈബിയായ കാര്യങ്ങളാണ്. ആ ഗൈബിയായ കാര്യങ്ങളിൽപ്പെട്ടതാണ് മരണസമയം എപ്പോഴാണ് എന്നത്. അത് അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും അറിയുകയില്ല. മാത്രമല്ല അദൃശ്യത്തിന്റെ ഖജനാവുകൾ അത് 5 എണ്ണമാണ്. ആ 5 എണ്ണത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, അൻ സാലിം ഇബ്നു അബ്ദില്ലാ അൻ അബീഹി, സാലിം ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉപ്പയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മഫാതീഹുൽ ഗൈബി ഖംസത്തുൻ, അദൃശ്യകാലത്തിന്റെ താക്കോലുകൾ ഖജനാവുകൾ അത് 5 എണ്ണമാണ്. അതിലൊന്ന് ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സഅ, അന്ത്യദിനം എപ്പോഴാണ് സംഭവിക്കുക എന്നതിനെ കുറിച്ച് ഒരാൾക്കും അറിയുകയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് അറിയുന്നത്. രണ്ടാമത്തേത് വയുനസ്സിലുൽ ഗൈസ, മഴ എപ്പോഴാണ് വർഷിക്കുക അത് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ശാസ്ത്രത്തിന് ഒരു പക്ഷെ പറയാം, നാളെ മഴ പെയ്യും, റെഡ് അലേർട്ട് ആക്കാം, യെല്ലോ ആക്കാം. പക്ഷേ അവർ സാധ്യതകൾ മാത്രമേ പറയൂ, ഉറപ്പിച്ചു പറയാൻ ഒരാൾക്കും സാധ്യമല്ല. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, റെഡ് അലേർട്ടായ യെല്ലോ അലേർട്ടായ കലക്ടർ ലീവ് പ്രഖ്യാപിച്ച ദിവസങ്ങളിൽ അന്ന് നല്ല വെയിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് മഴ എപ്പോഴാണ് വർഷിക്കുക എന്ന് പറയാൻ അറിയുള്ളൂ. അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. മൂന്നാമത്തേത് വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയത്തിലുള്ള ആ കുഞ്ഞിനെ കുറിച്ചുള്ള കൃത്യമായ വിവരം അത് റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ. സ്കാനിങ് ചെയ്താൽ ആ ഗർഭാശയത്തിലുള്ള കുഞ്ഞിനെ കുറിച്ചുള്ള ചലനങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും കൃത്യമായി അറിയാൻ സാധിക്കും. പക്ഷേ ആ കുഞ്ഞിനെ കുറിച്ച് കൃത്യമായ അറിവ് എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് ജനിച്ചു വളർന്ന് ആ കുഞ്ഞ് പിറന്നു വീഴുന്നത് മുതൽ അവന്റെ മുഴുവൻ അറിവും ഈ ദുനിയാവിലെ ജീവിതവും എല്ലാം അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. നാലാമതായി നാളെ നീ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. നമുക്കൊരു പക്ഷേ കണക്ക് കൂട്ടാം, ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് രേഖപ്പെടുത്തി വെക്കാം, നമ്മുടെ യാത്രകൾ നമുക്ക് നിശ്ചയിക്കാം. പക്ഷേ അത് കൃത്യമായി അതുപോലെ നടക്കാൻ സാധ്യതയില്ല. പലതും നമ്മൾ മാറ്റിവെക്കാറുണ്ട്. അല്ലാഹുവിനാണ് നാളെ നമ്മൾ എന്താണ് ചെയ്യുക എന്ന് നമുക്കറിയുകയില്ല. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. അത് അല്ലാഹുവിന് മാത്രം അറിയുന്നതാണ്. അഞ്ചാമതായി വമാ തദീ നഫ്സും ബി അയ്യി അർദിൻ തമൂത്, നീ ഏത് ഭൂമിയിൽ വെച്ചാണ് മരണപ്പെടുക എന്നത് അത് അല്ലാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. അല്ലാഹുവില്ലാത്ത ഒരാൾക്കും അറിയുകയില്ല. അപ്പൊ മരണമാകട്ടെ, അന്ത്യസമയമാകട്ടെ, മഴ എപ്പോഴാണ് വർഷിക്കുന്നതാകട്ടെ, ഗർഭാശയത്തിലുള്ള കുഞ്ഞിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരമാകട്ടെ, നാളെ എന്താണ് നീ ചെയ്യുക എന്നതിനെ കുറിച്ചാകട്ടെ, ഇതൊക്കെ അല്ലാഹുവിന് മാത്രമല്ലാതെ ഒരാൾക്കും പ്രവചിക്കാൻ സാധ്യമല്ല. ആൾദൈവങ്ങളാകട്ടെ, ഔലിയാക്കന്മാരെന്ന് ചമഞ്ഞ് നടക്കുന്നവരാകട്ടെ, മഖ്ബറകളിലുള്ളവരാകട്ടെ, അല്ലാഹു അല്ലാത്തവർക്ക് അദൃശ്യമറിയും ഭാവി ഭൂത വർത്തമാനങ്ങൾ പറയുമെന്ന് പറയുന്നവരാകട്ടെ, അവർക്ക് അവരുടെ അടുത്ത നിമിഷം പോലും പറയാൻ പ്രവചിക്കാൻ സാധ്യമല്ല എന്നതാണ്. ആ ഇൽമു അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മരണം എന്നത് യാഥാർത്ഥ്യമാണ്. അത് ഏത് സമയത്തും കടന്നു വരാം. ഒരാളും നിഷേധിക്കപ്പെടാത്ത അല്ലാഹുവിനെ, ദൈവത്തെ നിഷേധിച്ചവർ പോലും സമ്മതിക്കുന്നവരാണ് മരണമെന്നത്. ആ മരണം ഏത് നിമിഷവും കടന്നു വരാം. അത് കടന്നു വരുന്നതിന് മുമ്പ് ജീവിതത്തെ കൃത്യമായി ചിട്ടപ്പെടുത്താൻ അല്ലാഹുവിനെ ധിക്കരിക്കാതെ അല്ലാഹുവിനെ അനുസരിച്ച് പ്രവാചകന്റെ സുന്നത്തുകൾ അനുധാവനം ചെയ്ത് ജീവിതത്തെ കൃത്യമായി നന്മയിലൂടെ വാർത്തെടുത്ത് തിന്മകളിൽ നിന്ന് മാറി നിന്ന് സ്വർഗം കരസ്ഥമാക്കുന്ന പ്രവർത്തനങ്ങളിലായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മരണം തൊണ്ടക്കുയിലെത്തുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്
മുഹമ്മദ് റസൂലുള്ള എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന ഒരു കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു അറിയുന്നവനാണ്. അവനതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവേ, ദീനിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുവാനും എല്ലാമുള്ള തൗഫീഖ്, അതിനുള്ള ഇൽമും അറിവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണ റഹ്മാനെ. അള്ളാഹുവേ, മാതാപിതാക്കളോട് നല്ല രീതിയിൽ നന്മയിൽ വർത്തിക്കുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമായി എന്നതിന്റെ പേരിൽ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് നീ നല്ലൊരു ജീവിതം പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അവർക്ക് നീ പ്രതിഫലം നൽകുന്ന റഹ്മാനെ. അവർക്ക് സ്വർഗം നൽകുന്ന റഹ്മാനെ. ലോകങ്ങൾക്ക് പ്രയാസപ്പെടുന്ന വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ വേദനകൾക്ക് നീ ശമനം നൽകുന്ന റഹ്മാനെ. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പകരമായി അവർ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ നീ പുറത്തു കൊടുക്കുകയും സ്വർഗം നൽകുകയും ചെയ്യുന്ന റഹ്മാനെ. കടങ്ങൾ കൊണ്ട് സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കുന്ന റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.